എന്റെ ദൈവമേ, ഈ ചെറുക്കൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ? തുറക്കടാ. നീ ഇങ്ങനെ മുറിക്കാത്ത അടച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ വാതിലെ തുറന്ന് പുറത്തേക്ക് വാ. ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കണം. എന്താ മോളെ, എന്താ നീ ഒന്നും പറയാത്ത? എന്താ ഏട്ടാ, ഏട്ടത്തിക്ക് എന്താ പറ്റിയേ? പാറുവിന് എന്തു പറ്റി? നിങ്ങളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരല്ലേ? പക്ഷേ അതിന്റെ ഒരു സന്തോഷമൊന്നും ഏട്ടത്തിയിൽ കാണുന്നില്ലല്ലോ. അത് പിന്നെ മോളെ, ഞാൻ മാത്രല്ല ഏട്ടാ, ലീലേച്ചി അത് ശ്രദ്ധിച്ചു. അവരതെന്നോട് ചോദിക്കുകയും ചെയ്തു. അത് മണ്ഡപത്തിൽ നടന്നത് മോളും കണ്ടതല്ലേ? അതൊക്കെ പാറുവിന് വല്ലാത്ത വിഷമായി കാണും. അതുകൊണ്ടാവും അവർക്ക് സന്തോഷവും തോന്നാത്തത്. ഇത് തന്നെയാ ഞാനും ലീലേച്ചിയോട് പറഞ്ഞത്. എങ്കിലും ഞാനൊന്ന് ചോദിക്കുക, ഏട്ടൻ ശരിക്കും ഏട്ടത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. ഏട്ടത്തിയോ? എന്ത് ചോദ്യാ മോളേത്? പാറുവിന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമോ? അവളീ കല്യാണത്തിന് സമ്മതിക്കോ? അത് ഞാൻ ചേച്ചി, ഇല്ല, ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല, എല്ലാം ശരിയായി. എന്ത് ശരിയായിരുന്നു? മോളെന്തപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല. ചേച്ചി വെറുതെ ഏതായാലും ഗിരിയേട്ടനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. ചേച്ചി ഒരു ഡോക്ടറല്ലേ? ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ ചേച്ചി അത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്നെ വിളിച്ച് പറഞ്ഞേനെ. അപ്പോ സിദ്ധാർത്ഥൻ എന്ന ഡോക്ടറും വേണ്ട. ചേച്ചി ഇപ്പോ ഏട്ടന്റെ ഭാര്യയല്ലേ, കൂടുതലൊന്നും ഞാൻ കാടുകയറി ചിന്തിക്കണ്ട. റാണിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? ഇന്ദ്ര മോനെ, വാതിൽ തുറക്ക്. എടാ, എത്ര നേരായി മുത്തശ്ശി വിളിക്കണു, വാതിൽ തുറക്ക്. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ദേ, നിനക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട്. നീ വാതിൽ തുറന്ന് പുറത്തേക്ക് വാ മോനെ. മോനെ തുറക്ക് മക്കളെ.
ഇന്ദ്ര ഒന്ന് പറയുന്ന അനുസരിക്ക്. നീ വാതിലൊന്ന് തുറക്കടാ. മോനെ, വാതിൽ തുറക്കടാ. എടാ, മുത്തശ്ശിയല്ലേ വിളിക്കുന്നത്, കതക് തുറക്ക്. മുത്തശ്ശി, അവൻ ഇതുവരെ തുറന്നില്ലേ? ഇല്ലടാ, എത്ര സമയമായി ഞാൻ അവനെ വിളിക്കുന്നു, ഒരനക്കവും ഇല്ല. മോനെ, ഇന്ദ്ര, വാതില് തുറക്ക്. ഇന്ദ്ര, വാതില് തുറക്കാൻ. ഉച്ച മുതലേ ഞങ്ങൾ പറയുന്നല്ലേ വാതില് തുറക്കാൻ. വാതില് തുറക്കടാ. അയ്യോ മോനെ, വേണ്ടടാ, നീ വാതിലൊന്ന് തുറന്നേ. നീ എന്തൊക്കെയാ അവിടെ ചെയ്യുന്നത്? നീ എന്തൊക്കെയാ തല്ലി പൊട്ടിക്കുന്നത്? വെറുതെ ഓരോന്നും ചെയ്ത് കൂട്ടല്ലേ ഇന്ദ്ര. നീ വാതില് തുറക്ക്. തുറക്കാൻ. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? തുറക്കടാ. എടാ, നീ ഇങ്ങനെ മുറിക്കാത്ത അടച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ വാതിലെ തുറന്ന് പുറത്തേക്ക് വാ. ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കണം. എടാ, തുറക്കടാ ഇന്ദ്ര, വാതിലെ തുറക്ക്. തുറക്ക് മോനെ. എടാ, ഒന്ന് വാതിലെ തുറക്കടാ. എടാ കുഞ്ഞെ, ഞാനല്ലേ പറയുന്നത്, ഒന്ന് തുറന്നേ. ഇന്ദ്ര, എന്താ, എന്ത് പറ്റി? ഇന്ദിരേട്ടൻ വാതിൽ തുറക്കുന്നില്ലേ? ചേട്ടനെ ഞാൻ വിളിക്കാം. ചേട്ടാ, ചേട്ടാ, ഇങ്ങോട്ട് പറ. ഇങ്ങോട്ട് വരെ. എല്ലാം നശിപ്പിക്കും ഞാൻ. നിങ്ങൾ അച്ഛനും മോനും കൂടി സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അച്ഛൻ ഇരിക്കപ്പെണ്ണം വെക്കണം. നിനക്ക് ഗിരിയെ കൊല്ലണം. ഇരിക്കപ്പെണ്ണം വെച്ചാലും കൊന്നാലും നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? പോയ അഭിമാനം തിരികെ വരുമോ? ഒരിക്കലുമില്ല. നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ പുതിയ കഥകൾ കൂടി കിട്ടും, അത്രേ ഉള്ളൂ. കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കരുത്. അമ്മയ്ക്ക് കൂറും അവനോടും അവളോടാണെന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വ്യക്തമായതാണ്. അച്ഛൻ പറഞ്ഞ ശരിയാ. അമ്മ തന്നെയാ അവനും അവൾക്കും വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. ഞാൻ ആർക്കും ഒരു ഒത്താശയും ചെയ്തു കൊടുത്തിട്ടില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങളെ പോലെ തന്നെയാ ഞാനും അറിഞ്ഞ്. അത് കള്ളം. എന്റെ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗിരി തന്നെ പാറുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അവര് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആദ്യ തീരുമാനം എടുത്തത് അത് അമ്മയായിരുന്നു.